എപ്പിക് ലൈബ്രറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023 ലോഗോസ് ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ 4ാമത്തെ വീഡിയോയാണിത്. വെൽക്കം ടു എപ്പിക് ലൈബ്രറി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 25 മുതൽ 52 വരെ വാക്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ആദ്യം നമുക്ക് ചോദ്യങ്ങളെല്ലാം ഒന്ന് പരിശോധിക്കാം. തുടർന്ന് വചനഭാഗങ്ങളിലേക്കും അവയുടെ ഉത്തരങ്ങളിലേക്കും കടക്കാം. 1. ശിശുവായ യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നീതിമാനായ വ്യക്തി ആര്? 2. വിജാതീയരെ സംബന്ധിച്ച് യേശു എന്താണെന്നാണ് ശിമയോൻ പറഞ്ഞത്? 3. ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. ആര് ആരോട് പറഞ്ഞു? 4. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം എങ്ങനെയാണ് ശിമയോനെ വിവരിക്കുന്നത്? 5. സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. ആരാണ് ഈ രക്ഷ? 6. പ്രവാചികയായ അന്ന ആരുടെ മകളായിരുന്നു? 7. വിവാഹം കഴിഞ്ഞ് എത്ര വർഷത്തിനു ശേഷമാണ് അന്ന വിധവയായത്? 8. ജോസഫും മറിയവും തങ്ങളുടെ കുഞ്ഞിനു വേണ്ടിയുള്ള ആചാരം അനുഷ്ഠിക്കാൻ ദേവാലയത്തിൽ വന്ന സമയത്ത് അന്നയ്ക്ക് എത്ര വയസ്സായിരുന്നു? 9. ജോസഫും മറിയവും എല്ലാ വർഷവും ജെറുസലേമിലേക്ക് വന്നിരുന്നത് എന്തിനായിരുന്നു? 10. ജോസഫും മറിയവും യേശുവിനെ കാണാനില്ലെന്നറിഞ്ഞതിന്റെ എത്രാം ദിവസമാണ് അവിടത്തെ കണ്ടെത്തിയത്? പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളാണ് നമ്മൾ പരിശോധിച്ചത്. ഇനി വചനഭാഗത്തിലേക്ക് കടക്കാം. ജെറുസലേമിൽ ശിമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിന്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. കർത്താവിന്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. ശിമയോൻ യേശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. അത് വിജാതീയർക്ക് വെളിപാടിന്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിന്റെ മഹിമയുമാണ്. അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവന്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവന്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. ഫനുവേലിന്റെ പുത്രിയും ആഷേർ വംശജയുമായ അന്ന എന്നൊരു പ്രവാചികയും അവിടെ ഉണ്ടായിരുന്നു. ഇവൾ കന്യകാപ്രായം മുതൽ 7 വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു. 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. അവൾ അപ്പോൾ തന്നെ മുമ്പോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. കർത്താവിന്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം അവർ സ്വനഗരമായ ഗലീലയിലെ നസ്രത്തിലേക്ക് മടങ്ങി. ശിശു വളർന്നു, ജ്ഞാനം നിറഞ്ഞ ശക്തനായി. ദൈവത്തിന്റെ കൃപ അവന്റെ മേലുണ്ടായിരുന്നു. യേശുവിന്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറുസലേമിൽ തങ്ങി. മാതാപിതാക്കന്മാർ അതറിഞ്ഞില്ല. അവൻ യാത്രാസംഘത്തിന്റെ കൂടെ കാണുമെന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായികയാൽ യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി.
3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. കേട്ടവരെല്ലാം അവന്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, "മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു." അവൻ അവരോട് ചോദിച്ചു, "നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ?" അവൻ തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. തുടക്കത്തിൽ നമ്മൾ കണ്ട ചോദ്യങ്ങളിലേക്കും അവയുടെ ഉത്തരങ്ങളിലേക്കും മടങ്ങി വരാം. ചോദ്യം 1. ശിശുവായ യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നീതിമാനായ വ്യക്തി ആര്? ഓപ്ഷൻ എ ശിമയോൻ, ബി സക്കറിയ, സി ജോസഫ്. ഉത്തരം ഓപ്ഷൻ എ ശിമയോൻ. ചോദ്യം 2. വിജാതീയരെ സംബന്ധിച്ച് യേശു എന്താണെന്നാണ് ശിമയോൻ പറഞ്ഞത്? ഓപ്ഷൻ എ മഹിമയുടെ പ്രകാശം, ബി രക്ഷയുടെ പ്രകാശം, സി വെളിപാടിന്റെ പ്രകാശം. ഉത്തരം ഓപ്ഷൻ സി വെളിപാടിന്റെ പ്രകാശം. ചോദ്യം 3. ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. ആര് ആരോട് പറഞ്ഞു? ഓപ്ഷൻ എ ദൂതൻ മറിയത്തോട്, ബി ശിമയോൻ മറിയത്തോട്, സി ദൂതൻ സക്കറിയായോട്. ഉത്തരം ഓപ്ഷൻ ബി ശിമയോൻ മറിയത്തോട്. ചോദ്യം 4. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം എങ്ങനെയാണ് ശിമയോനെ വിവരിക്കുന്നത്? ഓപ്ഷൻ എ നീതിമാനും ദൈവഭക്തനും, ബി ജ്ഞാനിയും നീതിമാനും, സി ദയാലുവും ദൈവഭക്തനും. ഉത്തരം ഓപ്ഷൻ എ നീതിമാനും ദൈവഭക്തനും. ചോദ്യം 5. സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ആരാണ് ഈ രക്ഷ? ഓപ്ഷൻ എ പരിശുദ്ധാത്മാവ്, ബി സ്നാപക യോഹന്നാൻ, സി യേശു. ഉത്തരം ഓപ്ഷൻ സി യേശു. ചോദ്യം 6. പ്രവാചികയായ അന്ന ആരുടെ മകളായിരുന്നു? ഓപ്ഷൻ എ ആഷേറിന്റെ, ബി ശിമയോന്റെ, സി ഫെനുവേലിന്റെ. ഉത്തരം ഓപ്ഷൻ സി ഫെനുവേലിന്റെ. ചോദ്യം 7. വിവാഹം കഴിഞ്ഞ് എത്ര വർഷത്തിന് ശേഷമാണ് അന്ന വിധവയായത്? ഓപ്ഷൻ എ 7 വർഷം, ബി 8 വർഷം, സി 10 വർഷം. ഉത്തരം ഓപ്ഷൻ എ 7 വർഷം. ചോദ്യം 8. ജോസഫും മറിയവും തങ്ങളുടെ കുഞ്ഞിനു വേണ്ടിയുള്ള ആചാരമനുഷ്ഠിക്കാൻ ദേവാലയത്തിൽ വന്ന സമയത്ത് അന്നയ്ക്ക് എത്ര വയസ്സായിരുന്നു? ഓപ്ഷൻ എ 70, ബി 84, സി 91. ഉത്തരം ഓപ്ഷൻ ബി 84. ചോദ്യം 9. ജോസഫും മറിയവും എല്ലാ വർഷവും ജെറുസലേമിലേക്ക് വന്നിരുന്നത് എന്തിനായിരുന്നു? ഓപ്ഷൻ എ കൂടാര തിരുനാളിന്, ബി പെസഹ തിരുനാളിന്, സി വിളവെടുപ്പ് ഉത്സവത്തിന്. ഉത്തരം ഓപ്ഷൻ ബി പെസഹ തിരുനാളിന്. ചോദ്യം 10. ജോസഫും മറിയവും യേശുവിനെ കാണാനില്ലെന്നറിഞ്ഞതിന്റെ എത്രാം ദിവസമാണ് അവിടുത്തെ കണ്ടെത്തിയത്? ഓപ്ഷൻ എ 2-ാം ദിവസം, ബി 5-ാം ദിവസം, സി 3-ാം ദിവസം. ഉത്തരം ഓപ്ഷൻ സി 3-ാം ദിവസം.
2023 ലോഗോസ് ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ 4ാമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഭാഗവുമായി ഉടൻ തന്നെ മടങ്ങി വരാം. എല്ലാവർക്കും നന്ദി.